അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിലെ ലിസാനിലെ കഴിഞ്ഞ വർഷങ്ങളിൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ചോദിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു ഗൂഗിൾ ഫോമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ ചോദ്യങ്ങൾ നമുക്ക് ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വലാ യജുറു റുബ്ബ. റുബ്ബ ജെറ് കൊടുക്കൂല. റുബ്ബ എന്നുള്ളത് നമുക്കറിയാം, അത് ഹുറൂഫിൽ ജെറിൽ പെട്ടതാണ്, ജെറിൻ്റെ ഹർഫുകളിൽ പെട്ടതാണ്. അഥവാ ഈ അക്ഷരത്തിന് ശേഷം വരുന്ന, ഈ ഹർഫിന് ശേഷം വരുന്ന ഇസ്മിന് ജെറായിരിക്കും, കെസറായിരിക്കും കൊടുക്കുക. വല യജുറു റുബ്ബ, റുബ്ബ ജെറ് കൊടുക്കൂല. ഇവിടെ ഓപ്ഷൻ ഇസാറ്, ഇല്ല മുനക്കറൻ, നാസിഅൻ, മുത്തക്കിഅൻ, മറഹൻ, ഇല്ല ഇസ്മ സമാനിൻ, അൽ അംസലത്തുൽ ഖംസ. ഇതിലെ ഉത്തരം ഇല്ല മുനക്കറൻ, നെക്കിറയായ ഇസ്മിനല്ലാതെ എന്നുള്ളതാണ്. റുബ്ബ എന്നുള്ളത് നെക്കിറയായ ഇസ്മിന് മാത്രമേ ജെറ് കൊടുക്കുകയുള്ളൂ. ഉദാഹരണം, റുബ്ബ റജുലിൻ, റുബ്ബ റജുലിൻ. റജുലിൻ എന്നുള്ളത് നെക്കിറയായ ഇസ്മാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, വലാ യജുറു മുന്തു വമുദ്. മുന്തു വമുദ്, ഇത് രണ്ടും, മുന്തു വമുദ് എന്നുള്ളത് രണ്ടും ജെറിൻ്റെ ഹർഫുകളിൽ പെട്ടത് തന്നെയാണ്. ഓക്കെ, അഥവാ ഇതിന് ശേഷമുള്ള ഇസ്മിന് ജെറാണ് കൊടുക്കേണ്ടത്. ഈ മുന്തു അതുപോലെ തന്നെ മുദ് എന്നുള്ളത് ജെറ് കൊടുക്കൂല. ഇവിടെ ഒരുപാട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻസർ ഇല്ല ഇസ്മ സമാനിൻ, ഇസ്മു സമാനിൻ അല്ലാതെ. അപ്പം മുന്തു മുദ് എന്നുള്ളതിൻ്റെ ശേഷം ഇസ്മു സമാനായിരിക്കും വരിക. ഉദാഹരണം, മുദ് യൗമിൽ ജുമഅ അല്ലെങ്കിൽ മുന്തു യൗമിൽ ജുമഅ. ഓക്കെ, യൗമിൽ ജുമഅ എന്നുള്ളത് ഇസ്മു സമാനാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, യാ ബുനൈ ലാ തംഷി ഫിൽ അർളി. ലാ തംഷി ഫിൽ അർളി, ഓ മോനെ, ലാ തംഷി നീ നടക്കരുത്, ഫിൽ അർളി ഭൂമിയിൽ. ഓക്കെ, നാസിഅൻ ഉറങ്ങിയവനായിട്ട്, ഇല്ല ഇസ്മ സമാനിൻ, മറഹൻ അഹങ്കാരിയായിട്ട്. ഓക്കെ, ഇപ്പം തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. മറഹൻ എന്നുള്ളതാണ് അവിടുത്തെ ശരിയായ ആൻസർ. ലാ ബുനയ്യ ലാ തംഷി ഫിൽ അർളി മറഹൻ, നീ അഹങ്കരിക്കുന്നതായ അവസ്ഥയിൽ ഭൂമിയിലൂടെ നടക്കരുത്. ഓക്കെ, അപ്പോൾ മറഹൻ എന്നുള്ളത് ഇവിടെ ഹാലാണ്. നീ അഹങ്കരിക്കുന്നതായ അവസ്ഥയിൽ എന്ന് പറയുമ്പോൾ അത് ഹാലാണ്. ഓക്കെ, നെക്സ്റ്റ്, ലാ തഖറ ഇൽ ഖുർആന, നീ ഖുർആൻ ഓതരുത്. അതിൻ്റെ ഉത്തരം ഈ ഓപ്ഷനിൽ നാസിഅൻ, നാസിഅൻ. ഓക്കെ, ഉറങ്ങുന്നതായ അവസ്ഥയിൽ, തൂങ്ങി ഉറങ്ങുന്നതായ അവസ്ഥയിൽ നീ ഖുർആൻ ഓതരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ലാ തഅക്കുൽ, നീ കഴിക്കരുത്. മറഹൻ അഹങ്കാരിയായിട്ട് എന്നുള്ളത് വരാൻ പറ്റൂല. നാസിഅൻ തൂങ്ങി ഉറങ്ങുന്നതായ അവസ്ഥയിൽ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. മറഹൻ എന്നുള്ളത് നേരത്തെ വന്നു. അപ്പോൾ ഇവിടെ യോജിക്കുന്നത് മുത്തക്കിഅൻ, ചാരിയിരിക്കുന്നതായ അവസ്ഥയിൽ. ഓക്കെ, ചാരിയിരിക്കുന്നതായ അവസ്ഥയിൽ, അപ്പോൾ അത് ഹാലാണ്. നീ ചാരിയിരിക്കുന്നതായ അവസ്ഥയിൽ ഭക്ഷണം കഴിക്കരുത്. ഓക്കെ, ഈ അടുത്ത ക്വസ്റ്റ്യൻ, തുർഫഉ ബി സുബൂത്തിൻ നൂനി, നൂന് സ്ഥിരപ്പെടൽ കൊണ്ട് റഫ്അ ലഭിക്കും. ഓക്കെ, റഫ്അന് ഒരുപാട് അടയാളങ്ങളുണ്ട്. ലൊമ്മ കൊടുക്കുക എന്നുള്ളത് റഫ്അൻ്റെ അടയാളമാണ്. അലിഫ് വരിക എന്നുള്ളത് റഫ്അൻ്റെ അടയാളമാണ്. എന്നതുപോലെ നൂന് സ്ഥിരപ്പെടുക എന്നുള്ളതും റഫ്അൻ്റെ അടയാളമാണ്. ഈ നൂന് സ്ഥിരപ്പെടൽ കൊണ്ട് റഫ്അ ലഭിക്കുക ഏതിനാണെന്ന് ചോദിച്ചാൽ അൽ അംസിലത്തുൽ ഖംസ, അംസിലത്തുൽ ഖംസയാണ്. അംസിലത്തുൽ ഖംസ എന്ന് പറഞ്ഞാൽ യഫ്അലാനി, യഫ്അലൂന, തഫ്അലാനി, തഫ്അലൂന, തഫ്അലീന. ഓക്കെ, ഈ അഞ്ചെണ്ണമാണ് അംസിലത്തുൽ ഖംസ. ഇവകൾക്ക് റഫ്അ ലഭിക്കുക ആ നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം, അഅ്തി ദാലിക്കൽ ഫഖീറ ഖമീസൻ, നീ ആ ദരിദ്രൻക്ക് ഖമീസ് കൊടുക്ക്. ഇവിടെ ഖമീസ് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് ഇസാറ് കൊടുക്കുക എന്നുള്ളതാണ്. ഖമീസ് പറഞ്ഞു കഴിഞ്ഞാൽ മേൽക്കുപ്പായം. ഓക്കെ, ഇസാർ പറഞ്ഞു കഴിഞ്ഞാൽ അരയുടുപ്പിനാണ് ഇസാർ എന്ന് പറയാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് നീ ആ ദരിദ്രൻക്ക് അരയുടുപ്പ് കൊടുക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇസാർ എന്നുള്ളത് ഇവിടെ ബദല് മുബായിനാണ്. ഓക്കെ, ഖമീസിനെ പറഞ്ഞു, പക്ഷേ ഉദ്ദേശിച്ചത് ഇസാറിനെയാണ്. അപ്പോൾ ഖമീസും ഇസാറും രണ്ടും വൈരുദ്ധ്യമാണ്, രണ്ടും വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ബദൽ മുബായിനാണ് അഅ്തി ദാലിക്കൽ ഫഖീറ ഖമീസൻ എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത്. അവിടെ ഇസാറാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശം. അടുത്തത് ബദലു കുല്ലിൻ മിൻ കുല്ല്, കുല്ല് പറഞ്ഞ് കുല്ലിനെ തന്നെ ഉദ്ദേശിക്കുന്നതാണ് ബദലു കുല്ലിൻ മിൻ കുല്ല് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഉദാഹരണം നോക്കിയാൽ മനസ്സിലാവും. ജാഅനി മുഹമ്മദുൻ അബു അബ്ദില്ല, ജാഅനി മുഹമ്മദുൻ അബു അബ്ദില്ല, എൻ്റെ അടുത്ത് മുഹമ്മദ് വന്നു അഥവാ അബു അബ്ദില്ല വന്നു.
ഈ മുഹമ്മദ് തന്നെയാണ് അബു അബദില്ല എന്നുള്ള ആള്. അപ്പോൾ മുഹമ്മദ് എന്നുള്ളത് കുല്ലാണ്, മൊത്തം ഉള്ള ഒരാളാണ് മുഹമ്മദ്. അതേപോലെ തന്നെ അബു അബദില്ല എന്ന് പറഞ്ഞാലും ആ മൊത്തത്തിൽ അദ്ദേഹത്തെ ഉദ്ദേശിക്കപ്പെടുന്നു. മുഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മൊത്തം ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ മുഹമ്മദ് എന്ന് പറഞ്ഞ അതേ ആളാണ് അബു അബദില്ല. അങ്ങനെ വരുന്നിടത്താണ് ബദൽ കുല്ല് മിൻ കുല്ല്. കുല്ല് പറഞ്ഞ് കുല്ലിനെ തന്നെ ഉദ്ദേശിക്കുക. ഓക്കെ, മുഹമ്മദിനെ പറഞ്ഞു, ആ മുഹമ്മദിന്റെ കുഞ്ഞത്തായിട്ടുള്ള അബു അബദില്ല എന്നുള്ളത് അവിടെ പറയപ്പെട്ടു. ഓക്കെ, ഇനി ബദലുൽ ഇഷ്തിമാൽ. ബദലുൽ ഇഷ്തിമാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദാഹരണത്തിൽ അതിൻ്റെ ആൻസറായി വരുന്നത് അഅജബനി മുഹമ്മദുൻ അക്കുലുഹു. അഅജബനി മുഹമ്മദുൻ അക്കുലുഹു. ഓക്കെ, എനിക്ക് മുഹമ്മദിനെ ഇഷ്ടമായി, എനിക്ക് മുഹമ്മദിനെ ഇഷ്ടമാണ്. യഥാർത്ഥത്തിൽ മുഹമ്മദിനെ എല്ലാം ഇഷ്ടപ്പെടുന്നത് അക്കുലുഹു, അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കുന്ന ആ രീതിയാണ് ഇഷ്ടം. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതാണ് എനിക്കിഷ്ടം, അല്ലാതെ മുഹമ്മദിനല്ല. അപ്പോൾ എനിക്ക് മുഹമ്മദിന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു അക്കുലുഹു, അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കുന്നതാണ് എനിക്കിഷ്ടമായത്, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. ഓക്കെ, അപ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത് മുഹമ്മദ് എന്ന് പറയുന്ന ആ വ്യക്തിയിൽ ഉൾക്കൊണ്ട ഒരു കാര്യമാണ്. അവിടെയാണ് ബദലുൽ ഇഷ്തിമാൽ വരിക. അദ്ദേഹത്തിൽ ഉൾക്കൊണ്ട കാര്യത്തെ പറയാം. അയാളെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൽ ഉൾക്കൊണ്ട കാര്യത്തെ പറയുമ്പോഴാണ് ബദലുൽ ഇഷ്തിമാൽ വരിക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, കൗനു സാഹിബിൽ ഹാലി നക്കിറത്തൻ മുഖസ്സസത്തൻ ബി ഇലാഫത്തിൽ. സാഹിബുൽ ഹാല്, ഹാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഹാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ അവസ്ഥയെ വിശേഷിപ്പിക്കലാണ്. ഒരു പൂർണ്ണമായ ജുംലക്ക് ശേഷം ഒരു വസ്ഫ് കൊടുക്കുന്നതിനാണ്, ഒരു വിശേഷണം കൊടുക്കുന്നതിനാണ് ഹാല് എന്ന് പറയാം. അപ്പോൾ സാഹിബുൽ ഹാൽ ഉണ്ടാവും. ആർക്കാണോ നമ്മൾ വിശേഷണം കൊടുക്കുന്നത് അയാളാണ് സാഹിബുൽ ഹാല്. ആ സാഹിബുൽ ഹാല് നക്കിറയായിട്ട് വരിക. ഓക്കെ, അത് തന്നെ മുഖസ്സസത്തൻ ബി ഇലാഫത്തിൻ, ഇലാഫത്ത് കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട നിക്രയായി വരിക. അതിനൊരു ഉദാഹരണമാണ് ഇവിടെ പറയാൻ പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഉത്തരം ഫി അർബഅത്തി അയ്യാമിൻ സവാഅൻ ലിസാഇലീൻ. ഓക്കെ, അവിടെ സവാഅൻ എന്നുള്ളതാണ് ഹാല്. അത് അർബഅത്ത് എന്നുള്ള ആ അക്കത്തിൻ്റെ ഹാലാണ്. അർബഅത്ത് എന്നുള്ളതിൻ്റെ ഹാലാണ് സവാഅൻ. അവിടെ കണ്ടോ, സാഹിബുൽ ഹാലാണ് അർബഅത്ത്. ആ സാഹിബുൽ ഹാല് നക്കിറയാണ്, പക്ഷേ ഇലാഫത്ത് കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടിട്ടുണ്ട്. അയ്യാമിൻ എന്നുള്ള ഇലാഫത്ത് കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടു. ഓക്കെ, ഇനി അടുത്തത് ബദലു ബഅലിൻ മിൻ കുല്ല്. കുല്ല് പറഞ്ഞ് ബഅൽ ഉദ്ദേശിക്കുക. ഓക്കെ, കുല്ല് പറഞ്ഞ് ഫുള്ള് ആദ്യം പറയുന്നു, എന്നിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം ഉദ്ദേശിക്കുക. അതിനാണ് ബദലു ബഅലിൻ മിൻ കുല്ല് എന്ന് പറയാം. ഉദാഹരണം, അക്കല റഗീഫ സുലുസഹു. അക്കല റഗീഫ സുലുസഹു. ഓക്കെ, റഗീഫ എന്ന് പറഞ്ഞാൽ റൊട്ടി. റൊട്ടി എന്ന് പറഞ്ഞ ഫുള്ളിനെയും ആദ്യം പറഞ്ഞു. ഓക്കെ, അക്കല അദ്ദേഹം കഴിച്ചു, റഗീഫ റൊട്ടി മുഴുവൻ. എന്നിട്ട് പറഞ്ഞു സുലുസഹു, മുഴുവനല്ല, അതിൻ്റെ 1/3 കഴിച്ചു. അപ്പോൾ ഫുള്ള് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കുറച്ച് പറയുമ്പോൾ അതിന് ബദൽ ബഅലിൻ മിൻ കുല്ല് എന്നാണ് പറയാം. ഓക്കെ, ഇനി അടുത്തത് ലൊമീറുകൾ. ലൊമീറുകൾ നമുക്കറിയാം മഅരിഫയാണ്. ഓക്കെ, മഅരിഫൻ്റെ കിസ്മുകൾ, അക്സാമുൽ മഅരിഫ എന്ന് പറഞ്ഞിട്ട് ലിസാനിലൊരു ഭാഗം വരുന്നുണ്ട്. അതിൽപ്പെട്ടാണ് ലൊമീറുകൾ. ലൊമീറുകൾ മഅരിഫയാകുന്നു. അതുപോലെ അലമ് മഅരിഫയാണ്. ഓക്കെ, അതുപോലെ അസ്മാ ഉൽ ഇഷാറ മഅരിഫയാണ്, മഅരിഫിൻ്റെ കിസ്മിൽപ്പെട്ടതാണ്. അതുപോലെ മൗസൂലയും മഅരിഫയാണ്. മൗസൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലദി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സാധനത്തിനാണ് മൗസൂല എന്ന് പറയുക. അല്ലദി അല്ലദാനി എന്നുള്ള. അസ്മാ ഉൽ ഇഷാറ എന്ന് പറഞ്ഞാൽ ഹാദ ഹാദാനി ഹ ഉലായി ഹാദിഹി എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ്. അലമ് എന്ന് പറഞ്ഞാൽ നാമങ്ങൾക്കാണ് അലമ് എന്ന് പറയാം. അതുപോലെ ലൊമീറുകൾ എന്ന് പറഞ്ഞാൽ ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന എന്ന് പറയുന്ന ലൊമീറുകൾ, അതൊക്കെ മഅരിഫകളാണ്. ഓക്കെ, ഇനി നഅത്ത് എന്ന് പറഞ്ഞാൽ അത് തവാബി ആണ്. ഓക്കെ, തവാബികൾ ഹംസത്തുൻ എന്ന് പറഞ്ഞുകൊണ്ട് ലിസാനിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തവാബി നഅത്ത് എന്നുള്ളത് എന്താണ്? വിശേഷണം. തവാബി എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പുള്ളതിന് എന്താണോ ഇറാബ് അത് തന്നെയായിരിക്കും ഈ വിശേഷണത്തിനും ഇറാബ് കൊടുക്കുക. സിമ്പിളായിട്ട് ഉദാഹരണം പറഞ്ഞാൽ ജാ റജുലുൻ സോലിഹുൻ. അവിടെ റജുലുൻ എന്നുള്ളത് മൻഊത്താണ്, സോലിഹുൻ എന്നുള്ളത് നഅത്താണ്. അപ്പോൾ റജുലുൻ എന്നുള്ളതിന് ലൊമ്മ ആയതുകൊണ്ട് സോലിഹുൻ എന്നുള്ളതിന് ലൊമ്മ കൊടുത്തു. അതാണ് നഅത്ത് മൻഊത്ത്. അതാണ് താബിഅ മത്ബൂഅ. മത്ബൂഅ ആണ് റജുല്, താബിഅ ആണ് സോലിഹ്. ഓക്കെ, റജുലിന് എന്താണോ ഇറാബ് അത് തന്നെയായിരിക്കും അതിൻ്റെ താബിഅ ആയിട്ട് വരുന്നതും. അപ്പോൾ നഅത്ത് തവാബിഅയിൽപ്പെട്ടതാണ്. അതുപോലെ തൗക്കീദ് തവാബിഅയിൽപ്പെട്ടതാണ്. തൗക്കീദ് മഅനവി, തൗക്കീദ് ലഫ്ളി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിൽ തൗക്കീദ് മഅനവി നഫ്സുഹു, അതുപോലെ കിലാഹുമ കിൽത്താഹുമ എന്നൊക്കെ പറയുന്ന തൗക്കീദ് മഅനവിൻ്റെ ഇറാബും തവാബിഅയിൽപ്പെട്ടതാണ്. മുമ്പുള്ളത് എന്താണോ അത് തന്നെയായിരിക്കും ഈ പദങ്ങൾക്കും. ഓക്കെ, അതുപോലെ ബദല് തവാബിഅയിൽപ്പെട്ടതാണ്.
നമ്മളിപ്പോൾ ഇവിടെ മുകളിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തു. തവാബിയ, ബദൽ തവാബിയയിൽപ്പെട്ടതാണ്. അത്തുഫുൽ ബയാന് തവാബിയയിൽപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ തവാബിയൻ്റെ ഇനങ്ങൾ പറഞ്ഞു കൊടുത്ത് അത്തുഫുൽ ബയാന്, ബദൽ, തൗക്കീദ്, അതുപോലെ നഅത്ത്, ഇതൊക്കെ എണ്ണിയിട്ടുണ്ട്. ഇനി എന്താണ് ബദലുൽ മുബായിന് എന്ന് നോക്കാം. ബദലുൽ മുബായിനിൻ്റെ ഡെഫിനിഷൻ ഇവിടെ ഒരുപാട് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ലെങ്ത്ത് കൂടാതിരിക്കാൻ ചുരുക്കി പറയാണ്. അതിൻ്റെ നേരെ ആൻസർ പറയുന്നു. അൻ യകൂന ബൈനൽ ബദലി വൽ മുബദലി മിൻഹു മുഖാലഫത്തുൻ. ബദലും മുബദലും മിൻഹും തമ്മിൽ വൈരുദ്ധ്യമാകലാണ് ബദലുൽ മുബായിന്. അതിൻ്റെ ഉദാഹരണം മുകളിൽ നമ്മൾ പറഞ്ഞു. വേറെ ഉദാഹരണം പറയാം. അഅ്താനി, അവൻ എനിക്ക് നൽകി. ദിർഹമൻ, ഒരു ദിർഹം നൽകി. ബൽ ദീനാറൻ, അല്ല ദീനാറാണ് എനിക്ക് നൽകിയത്. ആദ്യം പറഞ്ഞു ദിർഹമാണ് നൽകിയത്, പിന്നെ ബല്ലിട്ടുകൊണ്ട് പറഞ്ഞു ബൽ, അതല്ല ദീനാറൻ, ദീനാറാണ് എനിക്ക് നൽകിയത്. അപ്പോൾ അത് തമ്മിൽ വൈരുദ്ധ്യമായി. ദിർഹമും ദീനാറും വൈരുദ്ധ്യമായി. ബദലും മുബദലും മിൻഹും വൈരുദ്ധ്യമാവുകയാണ്. ഓക്കെ, അവിടെ ബദല് ദിർഹമാണ്, സോറി ബദല് ദീനാറാണ്, ദിർഹം മുബദല് മിൻഹുമാണ്. ഓക്കെ, അത് തമ്മിൽ വൈരുദ്ധ്യമായി. അതാണ് ബദലുൽ മുബായിൻ എന്ന് പറഞ്ഞാൽ. ഇനി ഹാലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ വസുഫുൻ വാക്യുൻ ബഅദ തമാമിൽ ജുംലത്തി മുഫ്ഹിമുൻ ഹാല സ്വാഹിബുൽ ഹാലി. ഓക്കെ, വിശദീകരിക്കുന്നില്ല. അഥവാ സ്വാഹിബുൽ ഹാലിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കി തരുന്ന ഒരു ജുംല പൂർണ്ണമായതിനു ശേഷം വരുന്ന ഒരു വിശേഷണമാണ് ഹാല്. നക്കിറ എന്ന് പറഞ്ഞാൽ മാ ഷാ ഫി ജിൻസിൻ ഫയുസ്തഅമലു അല അയ്യി ഫർദി മിൻഹു. ഓക്കെ, ഒരു ജിൻസിനെ മൊത്തം പറയാൻ പറ്റുന്ന ഒരു പേര്. ഓക്കെ, ആ ജിൻസിലെ ആർക്കും ആ പേര് വെക്കാം. ഫോർ എക്സാമ്പിൾ റജുലുൻ എന്നുള്ളത്, റജുലുൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ. ഈ പുരുഷൻ എന്ന് പറയുന്ന ആ ഇനത്തിലെ ഏത് പുരുഷനെയും ഈ പദം കൊണ്ട് ഉദ്ദേശിക്കാം. അതാണ് നക്കിറ എന്ന് പറഞ്ഞാൽ. മഅരിഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാ വുദിഅ ലിമഅഹൂദിൻ മുഅയ്യനിൻ, ഒരു കൃത്യമായ, ഒരു അറിയപ്പെട്ട, നിർണയിക്കപ്പെട്ട ഒരാൾക്ക് വേണ്ടി വെക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു വസ്തുവിന് വേണ്ടി വെക്കപ്പെടുന്ന ഇസ്മിനാണ് മഅരിഫ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഉദാഹരണം അർറജുൽ, അർറജുൽ എന്ന് പറയുമ്പോൾ അത് മഅരിഫായി. അലിഫ്ലാം വരുമ്പോൾ മഅരിഫായി ആയി. മഅരിഫ ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്ന വ്യക്തിക്കാണ് അർറജുൽ എന്ന് പറയാം. ഏതോ ഒരാളല്ല, നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ അർറജുൽ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തെ പ്രത്യേകമാക്കാം, മഅരിഫയാകും. ഇനി ഫാഇല്, അതിൻ്റെ ഡെഫിനേഷൻ പറയണം. ഫാഇല് ഇസ്മുൻ, അതൊരു നാമമാണ്. ഉസ്നിദ ഇലൈഹി, ആ ഫാഇലിലേക്ക് ചേർക്കപ്പെടുന്നു. ഫിഅലുൻ മുഖദ്ദമുൻ, ഫിഅലുൻ മുഖദ്ദമുൻ. ഓക്കെ, അഥവാ മുമ്പിൽ ഒരു ഫിഅല് വന്നതിൻ്റെ ശേഷം മാത്രമാണ് ഫാഇൽ വരിക. ആദ്യം ഫിഅല് വരും, പിന്നെയാണ് ഫാഇൽ വരിക. ഇനി അടുത്തത് വമാ തഗയ്യറ ആഖിറുഹു ബി തഗയ്യുരിൽ അവാമിലി. ആമിലുകൾ മാറുന്നതിനനുസരിച്ച് അവസാനം മാറുന്നതിനാണ് മുഅറബ് എന്ന് പറയുക. ഓക്കെ, ആമിലുകൾ മാറുന്നതിനനുസരിച്ച്. ആമിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാറ്റങ്ങൾ കൊടുക്കുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഫി, ഫി എന്നുള്ള ഒരു ആമിലാണ്. ഫി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ശേഷമുള്ള ഇസ്മിന് ജറാണ് കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് നസ്ബ് അല്ലെങ്കിൽ റഫ ഒന്നും കൊടുക്കാൻ പറ്റില്ല, ജറാണ് കൊടുക്കാൻ പറ്റുള്ളൂ ഫി വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ആമിൽ വന്നതുകൊണ്ട് അതിൻ്റെ അവസാനം മാറി. അപ്പോൾ അങ്ങനത്തതിനാണ് മുഅറബ് എന്ന് പറയാം. ഇനി അങ്ങനെ ആ ആമിൽ വന്നിട്ടും അവസാനം മാറുന്നില്ല എങ്കിൽ അതിനെയാണ് മബ്നി എന്ന് പറയാം. ഓക്കെ, ആമിലുകൾ മാറി വന്നിട്ടും അവസാനം മാറുന്നില്ലെങ്കിൽ അതിനെ മബ്നി എന്നാണ് പറയുക. ഇനി മഫ്ഊലിലേക്ക് വിട്ടുകിടക്കാത്ത ഫിഅൽ, മഫ്ഊലു ബിഹിയിലേക്ക് വിട്ടുകിടക്കാത്ത ഫിഅലിനാണ് ലാസിമ് എന്ന് പറയാം. ലാസിമായ ഫിഅലുകൾ. ഓക്കെ, അതിന് മഫ്ഊലു ബിഹി ഉണ്ടാവില്ല. മഫ്ഊലു ബിഹി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ലറബ്തു സൈദൻ, ഞാൻ സൈദിനെ അടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ സൈദാണ് മഫ്ഊലു ബിഹി. ഓക്കെ, ഒരു വെർബിന് മഫ്ഊലു ബിഹി ഇല്ലെങ്കിൽ, ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ, ആ ഫിഅലിനെ നമ്മൾ ലാസിമു എന്നാണ് പറയുക. ഇനി അടുത്തത് യത്ബഉ നഅ്തു അൽ മൻഊത. നഅ്ത്ത് മൻഊത്തിനെ ഫോളോ ചെയ്യും. അഥവാ മൻഊത്തിന് എന്താണോ ഇഅ്റാബ് അത് തന്നെയായിരിക്കും നഅ്ത്തിനും. ഓക്കെ, അപ്പോൾ യത്ബഉ നഅ്തു അൽ മൻഊത, നഅ്ത്ത് മൻഊത്തിനെ ഫോളോ ചെയ്യും. ഏത് വിഷയത്തിൽ? ഫിൽ ഇഅ്റാബി, ഇഅ്റാബിൻ്റെ വിഷയത്തിൽ. ഓക്കെ, മൻഊത്തിന് റഫ് ആണെങ്കിൽ നഅ്ത്തിനും റഫ്, മൻഊത്തിന് ജറാണെങ്കിൽ നഅ്ത്തിനും ജർ, മൻഊത്തിന് നസ്ബാണെങ്കിൽ നഅ്ത്തിനും നസ്ബ്, അങ്ങനെയാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് അൽ ഉസ്താദു കുല്ലുഹു നഫ്സുഹു ഐനുഹു. ഓക്കെ, ഇവിടെ ഏതാണ് എന്നുള്ളതാണ്. ഇവിടെ അൽ ഉസ്താദു ഐനുഹു എന്നുള്ളതാണ് ശരി. ആദ്യത്തത് കുല്ലുഹു എന്നുള്ളതാണ്, അദ്ദേഹം എല്ലാം. അങ്ങനെ പറയില്ലല്ലോ നമ്മൾ. നഫ്സഹു എന്നും പറയില്ല, നഫ്സഹു. ഓക്കെ, അൽ ഉസ്താദ് എന്നുള്ളതിന് റഫ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനോട് യോജിച്ച തഅ്കീദിൻ്റെ മഅനവിയായ ലഫ്ളാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ മഅനവിയായ തഅ്കീദാണിത്. അതുകൊണ്ടാണ് കുല്ലുഹു നഫ്സഹു ഐനുഹു എന്നുള്ള ഉദാഹരണം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉസ്താദു എന്നുള്ളത് റഫ് ആണ്,
അതുകൊണ്ട് മാനവിയായി കൊണ്ടുവരുന്ന ലഫ്ദും ഉസ്താദ് എന്നുള്ളതിൻ്റെ ഏറാബ് എന്താണോ അത് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ അതിനോട് യോജിച്ചത് ഐനുഹു എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് അൽ കഅബത്തു. ഓക്കെ, അതിൻ്റെ ആൻസർ അശ്ശരീഫത്തു എന്നാണ്. വളരെ സിമ്പിളാണ്. കാരണം നമുക്കറിയാം കഅബത്തു എന്നുള്ളതിന് റഫ് ആണ്, അതുകൊണ്ട് അശ്ശരീഫത്തു അതിന് റഫ് ആണ്. ബാക്കിയുള്ളിടത്തൊന്നും ഏറാബില്ല. അൽ മുക്കറമ എന്നേ പറഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ അവസാനം ഒളിവാക്കിയിട്ടില്ല. അപ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ അശ്ശരീഫ് എന്നുള്ളത് കൊടുക്കാൻ പറ്റില്ല, കാരണം കഅബത്ത് എന്നുള്ളതിൽ ഹാത്ത ഉണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം വരുന്ന പദത്തിലും ഹാത്ത വരണം, അതോ മുഅന്നസായിരിക്കണം എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ യോജിക്കുന്നത് ഷരീഫത്ത് എന്നുള്ളതാണ്. ഇനി അടുത്തത് അശംസു. അശംസു എന്നുള്ളത് മജാസിയായ മുഅന്നസാണ്, അതുകൊണ്ട് ത്വലഅത്ത് എന്നേ പറയാൻ പറ്റൂ. ഓക്കെ, ത്വലഅത്ത് എന്നുള്ളത് അതിലേക്ക് എന്തെങ്കിലും ളമീർ മടങ്ങുന്നുണ്ട്. ഇനി അടുത്തത് ലാ തഅകുൽ മുത്തക്കിഅൻ. ഈ ചാരി ഇരുന്ന അവസ്ഥയിൽ ഭക്ഷണം കഴിക്കരുത്. നമുക്ക് വളരെ സിമ്പിളാണ്, മുകളിൽ ചെയ്തതാണ്, ഹാലാണ്. ഓക്കെ, ജാ അൽ വലതു നഫ്സുഹു. കുട്ടി തന്നെയാണ് വന്നത്. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാം നഫ്സുഹു എന്ന് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം തൗക്കീദാണ്, തൗക്കീദ് മാനവിയാണത്. ഇനി അടുത്തത് അഴ്ത്താനി ദിർഹമൻ ബൽ ദീനാറൻ. എനിക്ക് ദിർഹമ തന്നു, അല്ല എനിക്ക് ദീനാറാണ് തന്നത്. അത് ബദൽ മുബായിനാണ്. ഓക്കെ, ബദൽ മുബായിനാണ്. ബഅ്തു സയ്യാറത്തൻ ഖദീമത്തൻ. വളരെ സിമ്പിളാണ്. പഴയതായ ഒരു കാർ ഞാൻ വിറ്റു. പഴയതായ, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പഴയതായ എന്ന് പറയുമ്പോൾ അവിടെ അജക്റ്റീവാണ്. ഓക്കെ, അത് വിശേഷണം കൊടുത്തതാണ്, അപ്പോൾ അതിന് അഴ്ത്താണ് എന്ന് മനസ്സിലായി. പിന്നെ മൻസൂബത്തും ബി ആമിലിൻ കബലഹ. ഓക്കെ, തൊട്ട് മുമ്പ് ഒരു ആമിൽ വന്ന് അതിനുശേഷം നസ്ബ് കിട്ടുന്നതാണ് ഹാല്. ഓക്കെ, പിന്നെ മാനവിയായ തൗക്കീദിൻ്റെ ലഫ്ദുകൾ 7 എണ്ണമാകുന്നു. ഇൻഷാ അല്ലാഹ് ഇത്രയുമാണ് ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലായി അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ചോദിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഗൂഗിൾ ഷീറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.